മൈക്രോബയോളജി നമുക്കറിയാം സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസമാണ്. അപ്പം ഫസ്റ്റ് സെമസ്റ്ററിലെ MDCയിൽ നമ്മൾ മൈക്രോബയോളജീൻ്റെ കുറച്ച് എന്താണ് അപ്ലിക്കേഷനിലുള്ള കുറച്ച് ഏരിയകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് സെമസ്റ്ററിൽ എത്തുമ്പോഴും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എന്തൊക്കെയാണ് മൈക്രോബയോളജിയിൽ പഠിക്കാനുള്ളത്, അതായത് ആരൊക്കെയാണ് ഈ മൈക്രോബയോളജി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറീൻ്റെ അണ്ടറിൽ വരുന്ന മൈക്രോ ഓർഗാനിസംസ് ആരൊക്കെയാണ്, വൈറസസ്, ബാക്ടീരിയ, ഫംജി, ആൽഗി, പ്രോട്ടോസോവ ഇവരൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് മൈക്രോബയോളജിയിൽ വരുന്ന സ്പെസിഫിക് ബ്രാഞ്ചസ് ഏതൊക്കെയാണ്, വൈറോളജി എന്ന് പറഞ്ഞാൽ വൈറസിൻ്റെ സ്റ്റഡി, ബാക്ടീരിയോളജി, ഫൈക്കോളജി, അതുപോലെ തന്നെ മൈക്കോളജി, പ്രോട്ടോസോളജി എന്ന് പറയുന്ന കുറച്ച് ഏരിയകൾ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻ ഏതൊക്കെയാണ് മൈക്രോബയോളജീൻ്റെ. നമുക്കറിയാമല്ലോ, നമുക്കിപ്പോൾ ഫുഡിൻ്റെ കേസിലാണെങ്കിൽ മൈക്രോബയോളജീൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട്, ഇൻഡസ്ട്രിയലിലുണ്ട്, ഫാർമക്കോളജിയിലുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് മെഡിക്കൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് നമ്മൾ മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ടല്ലേ പോവുക. അപ്പോൾ അതൊക്കെ പഠിക്കാനുള്ളത് മെഡിക്കൽ മൈക്രോബയോളജി. അതുപോലെ തന്നെ നമ്മളെ എൻവയോൺമെൻറ്റിൽ എയർ, വാട്ടർ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജി, ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി, ഫുഡ്, വെറ്റിനറി മൈക്രോബയോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം അതിനെ പറ്റിയാണ് ഈ സെമസ്റ്ററിലുള്ള MDCയിൽ നമുക്ക് പഠിക്കാനുള്ളത്.